ആയുർവേദത്തിൽ ചികിത്സയില്ലാത്ത രോഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവാം. ഇപ്പോൾ തലവേദനയെക്കുറിച്ചാണ് പറയുന്നത്. തലവേദന എന്ന് പറയുന്നത് ചില രോഗികൾ ആ തലവേദന തന്നെ ഒരു വലിയ തലവേദന, കുടുംബത്തിന് മൊത്തം തലവേദനയാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വേറൊരു വിഭാഗമുണ്ട്, തലവേദന ആണെന്ന് പറയുകയും യഥാർത്ഥത്തിൽ അവർക്ക് തലവേദന ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. എന്നാൽ സ്ട്രെസ്സ് കൂടുകയും അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടും ചില തലവേദനയൊക്കെ അഭിനയിക്കാറും അവർ വീണ്ടും വീണ്ടും ഇതിന് വേണ്ടി ചികിത്സ എടുക്കാറും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്കറിയാം. പിന്നെ കൂടുതലായിട്ടും തലവേദന വരിക എന്ന് പറയുന്നത് മൈഗ്രെയിൻ ഒരു വലിയ കാര്യമാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതൊരു പാരമ്പര്യമായിട്ട് വരുന്നൊരു സംഗതിയാണത്. അതായത് നമ്മുടെ നീലാമന്യ മർമ്മങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുള്ള ഒരു ഭാഗത്ത് നാഡി ഇടുങ്ങിപ്പോയിട്ടാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത്. വ്യക്തമായൊരു നിർദ്ദേശവും ഒന്നും ഈ ബ്രെയിനിലേക്ക് നമുക്ക് കിട്ടാതെ, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഇത്തരം വലിയ വേദന ഉണ്ടാകും. അത് പിന്നെ ഛർദ്ദിക്കുക, ചിലരിത് വളരെ കൂടുതലായിട്ട് ഛർദ്ദിക്കുക വരും. അങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടായിട്ട് സാധാരണ തലവേദന അങ്ങ് കുറയും. എന്നാൽ ഈ ഏറെയും തലവേദന വരുന്നതിൽ കൂടുതൽ ആൾക്കാരും തലവേദന കൊണ്ട് വരുന്നത് തീർച്ചയായിട്ടും ഈ മൈഗ്രെയിൻ ആകണമെന്നില്ല. ഏറെയും അവരിൽ കോൺസ്റ്റിപ്പേഷൻ ഇന്നിപ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ എണ്ണയുടെ പ്രത്യേകത, ഇതൊക്കെ ആയിട്ട് വയറ്റിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് ശോധന വളരെ കുറവാണ് ഇന്ന് ആളുകൾക്ക്. പക്ഷെ അതിനൊക്കെ വളരെ വ്യക്തമായ ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ തലവേദനയായിട്ട് വരുന്ന ഒരാൾക്ക് വയറിളക്കാൻ മരുന്ന് കൊടുത്താൽ അതിലെന്ത് വിരോധാഭാസം പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. പക്ഷേ ചിരിക്കേണ്ട കാര്യമില്ല. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ചികിത്സാ ക്രമം എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു വലിയ പ്രശ്നമാണ്. കോൺസ്റ്റിപ്പേഷൻ കൂടിക്കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഫൈബറിൻ്റെ അംശമൊന്നും ഉള്ളിൽ ചെല്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും, വയറ്റിൽ നിന്ന് പോകാതെ വന്നു കഴിയുമ്പോഴേക്കും അത് വലിയ പഴമലം കിടന്നാൽ തലവേദന ഉണ്ടാകുക. സാധാരണഗതിയിൽ കൂടുതലും തലയുടെ വലത് ഭാഗത്താണ് അത്തരം തലവേദനകൾ കണ്ടുവരുന്നത്. അപ്പം തലവേദനയ്ക്ക് മരുന്നിന് വരുന്നതല്ല, തലവേദനയെന്ന് പറഞ്ഞ് വരുന്ന ഒരാൾക്ക് വയറിളക്കാൻ മരുന്ന് കൊടുക്കുന്നത് പലരും ചിരി ഉണർത്തുമെങ്കിലും സത്യത്തിൽ അതാണ് അവിടെ ചെയ്യേണ്ട സംഗതി. അതുപോലെ തന്നെ ഉറക്കം കുറയുക, അങ്ങനെയുള്ള സാഹചര്യത്തൊക്കെ തലവേദന ഉണ്ടാകും. അത് മൈഗ്രെയിൻ ആണെന്ന് സംശയിക്കാം. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഈ തലയിലേക്ക് ശരിയായ രീതിയിൽ രക്തചംക്രമണം കുറയുമ്പോൾ തലവേദനയും തലകറക്കവും ഉണ്ടാകാം. അത് ശാന്തരം കടന്നു കഴിയുമ്പോൾ തലവേദന മാറും. അപ്പോൾ ഇങ്ങനെ തലവേദനയെ സംബന്ധിച്ച് നമുക്ക് മുൻവിധിയോടുകൂടി ഒരു ചികിത്സയും നടക്കത്തില്ല. അത് പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളത് വളരെ വ്യക്തമായി അതിനാണ് രോഗിയുടെ ഹിസ്റ്ററി നമ്മളൊരു ശരിയായ രീതിയിൽ ആളെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിസ്സാരം ഒരു കയ്യിലെടുക്കാവുന്ന 10 മില്ലി വെളിച്ചെണ്ണ അല്ല 10 മില്ലി തൈലത്തിൽ, അതിന് പ്രത്യേകം തൈലങ്ങളൊക്കെ ഉണ്ട്, അതിൽ തീരുന്നതാണുള്ളായിരിക്കും തലവേദന. ശരിക്കും ഒന്ന് ഹെഡ് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു ഫേസ് മസാജും ചെയ്ത് ഒരു മർശനസ്യവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, മർശനസ്യം അതായത് തീക്ഷ്ണമല്ലാത്ത നസ്യവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇവരിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു, അത് അങ്ങ് പൂർണ്ണമായി മാറിപ്പോകാൻ മേലഴിയില്ല. അങ്ങനെ തലവേദനയായിട്ട് പലരും ഇതെനിക്ക് ദൈവം തന്നതാണ് എന്നൊരു പ്രത്യേക അനുഭവത്തിലും, അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇനി രോഗമില്ലെങ്കിൽ പോലും അവർ രോഗിയാണെന്നുള്ളൊരു ബോധം ഒരു അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും അവർ സ്ഥിരം രോഗത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ രോഗിയായിരിക്കണം നിർബന്ധമില്ല. എന്നാൽ രോഗമുള്ളവരെയും പലപ്പോഴും നമ്മളങ്ങനെ സംശയിക്കും, ഇവർക്ക് അങ്ങനെ ഇല്ലായിരുന്നു എന്നും സംശയിക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു വൈദ്യനിർദ്ദേശം എടുത്തതിന് ശേഷമേ ചികിത്സ വേണോ വേണ്ടയോ എന്ന് പോലും ഓരോരുത്തരും തീരുമാനിക്കാൻ പാടുള്ളൂ. എന്തായാലും മാറാത്തൊരു തലവേദന എന്ന് പറയുന്നത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുമാതിരിപ്പെട്ട എൻ്റെ അനുഭവത്തിൽ മാറാത്ത തലവേദന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ആരും വിധിക്ക് കീഴ്പ്പെട്ട് തലവേദനയ്ക്കുള്ള ചികിത്സയിൽ നിന്ന് മാറി നിൽക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്.